എല്ലാവർക്കും സുലൈമാനി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തവ ചിക്കനാണ്. അതിനായിട്ട് നമുക്കൊരു തവ ചൂടാക്കാൻ വെക്കാം. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായി ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇങ്ങനെ വേവിച്ചെടുക്കാൻ. ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 കിലോ ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ബോൺലെസ് ചിക്കനാണ് ഇതിന് വേണ്ടത്. നമുക്കിത് കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി വേവിച്ചെടുക്കണം, അടിയിൽ പിടിക്കാതെ. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, ഇതൊക്കെ കൂടി ഒന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ്, ബെസ്റ്റാണ്. തക്കാളി കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം അതിലേക്ക് കുടഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം നമ്മളിത് ഇങ്ങനെ വേവിച്ചെടുക്കണം. ഏകദേശം 10 മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ആ തക്കാളിക്കൊന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. മസാലകളെല്ലാം ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി വെക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഒന്ന് നന്നായിട്ട് ഇളക്കിയ തക്കാളിക്ക് എല്ലാ ഭാഗത്തും മസാലയ്ക്ക് എല്ലാത്തിലും വരുന്ന രൂപത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. അഥവാ ഉലുവയുടെ ഇല, അത് പൊടിച്ചെടുത്തതാണ് കസൂരി മേത്തി. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വേവാനുള്ളൂ. നമുക്ക് 1-2 ഐറ്റംസ് കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതോട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ഡിഷിന് കിട്ടുക. കാരണം പച്ച ഇഞ്ചിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിലിങ്ങനെ മിക്സ് ആകുമ്പോൾ. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മൾ ഐറ്റം റെഡി ആയിരിക്കുകയാണ്. ഇനി ഒരൊറ്റ ഐറ്റം കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളൂ. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലാസ്റ്റ് ഐറ്റമായ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ട്രൈ ചെയ്യുക. വലിയ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ വേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ഇറക്കുക.